മേഘ, നമ്മൾ കോളേജുകൾ പഠിക്കുമ്പോൾ SFIയുടെ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഒരുപാട് നൂറ്റാണ്ടുകളുടെ സമര പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് SFI. ഈ SFIയുടെ സമരങ്ങൾക്കിടയിൽ എപ്പോഴോ ഈ ഇരുമ്പ് വടികൾക്കും അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾക്കും ഇടയിൽ ഒരു ബ്ലേഡ് വന്ന് കയറിയിട്ടുണ്ട്. സത്യത്തിൽ ഈ SFIയുടെ പോരാട്ടങ്ങൾക്കിടയിൽ ബ്ലേഡിന് എന്താണ് സ്ഥാനം? പ്രാചീന കാലങ്ങളിൽ ഇതിന് വലിയ സ്ഥാനമില്ലായിരുന്നെങ്കിൽ പോലും എന്താണെന്നറിയില്ല, വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബ്ലേഡിന് ഭയങ്കരമായ പ്രാധാന്യമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസുകാരൊക്കെ ബ്ലേഡ് വെച്ച് മുറിവേൽപ്പിക്കുന്നു എന്നൊക്കെയാണ് ആരോപണം ഉണ്ടായതെങ്കിലും നേരെ തിരിച്ചടിച്ച് കേസെടുക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന PS സഞ്ജീവ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ ബ്ലേഡ് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടോ? ഇത് മറന്നിരിക്കുമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വീണ്ടും വന്ന് മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുവഴി വലിയ ട്രോളുകളിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുന്നില്ല. പോട്ടെ, ഞങ്ങൾ ബ്ലേഡ് കൊണ്ടുവന്നതിന്റെ ഒരു ദൃശ്യം കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനെയാണല്ലോ ക്യാമറ വയ്ക്കുന്നത്, ബ്ലേഡ് കൊണ്ടുവരുന്നുണ്ടോ എന്ന്. പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്താണ് ചെയ്തിട്ടുള്ളത്, എവിടെ നിന്നാണ് അത് വന്നിട്ടുള്ളത് എന്നതിനെ പറ്റിയൊക്കെ ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിയമം തെളിയിക്കട്ടെ, അവരല്ല ബ്ലേഡ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് തെളിയിക്കട്ടെ. എന്തായാലും ഈ SFIക്കാരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന ആൾക്കാരങ്ങ് താഴെ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമ്മളത് മനസ്സിലാക്കണം. ഒരു പരിധിവരെ അവരെ കളിയാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത്. വേണമെങ്കിൽ 2 മിനിറ്റ് മൗനമൊക്കെ ആചരിച്ചിട്ട് മിണ്ടാണ്ട് പോകാം, അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഈ പുള്ളിയുടെ ഈ ബൈറ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ മഷിക്കുപ്പി സീനാണ്. ഒരു KSUവിന്റെ പ്രതിഷേധ മാർച്ച് എന്തോ കഴിഞ്ഞിട്ട് അവർ പോകുന്നു. KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ് അവർ പോകുന്നു. താഴെ മഷിക്കുപ്പി കിടക്കുന്നു. അപ്പോൾ ഇവരുടെ തല പൊട്ടി ഒലിച്ചതല്ല, മഷിക്കുപ്പിയാണെന്ന് പറയുന്നു. അന്ന് എന്തായാലും മഷിക്കുപ്പി കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ച് വന്നില്ല. ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല 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 ട്രോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഷാഫി പറമ്പിലിനെ പോലീസിന്റെ മർദ്ദനമേറ്റ് മൂക്കിന്റെ പാലം പൊട്ടി സർജറി കഴിഞ്ഞപ്പോൾ മീശ പിടിക്കാതെയാണോ മൂക്കിന്റെ സർജറി ചെയ്തത് എന്ന് ചോദിച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം പ്രതിഷേധങ്ങൾ എല്ലാ കാലത്തും, ഇപ്പൊ പ്രതിഷേധ മാർച്ചുകൾ ഈ പറഞ്ഞ പ്രതിപക്ഷ പാർട്ടിയുടെ പോഷക സംഘടനകൾ നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. കാര്യമുള്ള കാര്യത്തിനോ അല്ലാത്ത കാര്യത്തിനോ ആകാം, സാഹചര്യം പോലെ. അപ്പോൾ ഇതുപോലുള്ള പ്രതിഷേധ മാർച്ചുകളിൽ ഇത്തരത്തിലുള്ള കുരുത്തക്കേടുകൾ കാണിക്കാതിരിക്കുക. കാണിച്ചാൽ പോലീസ് പിടിച്ച് അകത്തിടും. നമ്മൾ പറഞ്ഞു വന്നത് SFIയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രതിഷേധിക്കാൻ നല്ലൊരു ടോപ്പിക് ഉണ്ടോ? ഇല്ല. പ്രതിഷേധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുമില്ല. പക്ഷെ പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കാൻ പറ്റുമോ? അതൊട്ടുമില്ല. അത് നടക്കുന്നില്ല. PM ശ്രീ വിഷയത്തിലൊക്കെ അങ്ങ് ബഹളം ഉണ്ടാക്കുവാണ്. എന്നാലും തിരിച്ച് നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ ഒപ്പിട്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒപ്പിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പിന്മാറിക്കൂടെ എന്നൊക്കെയാ ചോദിക്കുന്നത്. എന്തായാലും മസിൽ പിടുത്തത്തിനൊന്നും ഒരു കുറവില്ല. കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കണ്ടു, മനുഷ്യരുടെ ഭാഷയിൽ CPM സംസാരിക്കാൻ മറന്നു. അത് തന്നെയാണ് SFIയുടെ കാര്യത്തിലും DYFIയുടെ കാര്യത്തിലും പറയാനുള്ളത്. നമ്മുടെ ഗോവിന്ദമാഷിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള ഭാഷയിലാണ് ഇപ്പോഴും CPM അല്ലെങ്കിൽ DYFI SFI പോലുള്ള പ്രവർത്തകർ ഇപ്പോഴും സംസാരിച്ചിരുന്നത്. അതായത് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ പൊതുജനങ്ങളോട് സംസാരിക്കേണ്ട ഭാഷ എന്താണെന്ന് ഈ ഒരു കമ്മ്യൂണിസ്റ്റുകൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരാജയം. അതെ, തീർച്ചയായിട്ടും SFI മനുഷ്യരോട് സംസാരിക്കാൻ മറക്കുന്നു. മനുഷ്യരുടെ രീതിയിൽ, സാധാരണക്കാരുടെ രീതിയിൽ പെരുമാറാൻ മറക്കുന്നു. ഇതുപോലുള്ള പെറ്റി കേസുകളുമായിട്ട് വരുന്നു. എന്തായാലും SFIക്കാർക്ക് കഴിഞ്ഞ കുറേ നാളുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി അനക്കം വച്ചിട്ടുണ്ട്. ശരീരം അനങ്ങുന്നുണ്ട്, പണിയെടുക്കേണ്ടി വരുന്നുണ്ട്, വെള്ളം മേത്ത് വീഴുന്നുണ്ട്. അങ്ങനെ പല പല മാറ്റങ്ങൾ വി.ഡി. സതീശൻ വന്നതിൽ പിന്നെ മുഖ്യമന്ത്രി ആയതിൽ പിന്നെ അങ്ങനത്തെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അവസ്ഥയൊക്കെ അങ്ങ് ഇല്ല അങ്ങോട്ട് ക്ഷയിച്ചിരിക്കണു എന്ന് പറയുന്ന പോലെയാണ് SFIയുടെ വിഷമം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം SFIക്കായിരുന്നാലും DYFIക്കായാലും അവർക്ക് പ്രതിഷേധിക്കാൻ കുറേയധികം ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ സബ് എഡിറ്റേഴ്സിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സബ് എഡിറ്റേഴ്സിൽ തന്നെ ഈ വന്ന ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിൽ കുറെ പേര് ഞാൻ ഇടതുപക്ഷമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത കുറച്ച് കുട്ടികൾ. അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത് തന്നെയാണ് അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ആശയം എന്താണ്, എന്തുകൊണ്ട് ഞാൻ ഇടതുപക്ഷമായി എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്നറിയില്ല. ഇടതുപക്ഷത്തെ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് സഖ്യമാണെന്ന് ചോദിച്ചാൽ പോലും
അറിയില്ല. അതായത് CPI തമ്മിലുള്ള തർക്കം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഏതോ ഒരു പാർട്ടിയിൽ പഴയ മുഖ്യമന്ത്രി കയറിയിരുന്നു, അത് സീറ്റ് കൊടുക്കാത്തതിലുള്ള തർക്കമാണെന്നാണ് ഇപ്പോഴത്തെ ഉള്ള ആ ഒരു പ്രതിപക്ഷ നേതാവ് തർക്കത്തിലുള്ള ചോദ്യത്തിലുള്ള ഉത്തരം കിട്ടുന്നത്. നമ്മള് ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല, അതിന്റെ ഡീറ്റെയിൽസിലേക്കല്ല പോകുന്നത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ജനത്തിന്റെ പക്ഷമാണ് ഇടതുപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം അനാസ്ഥ മൂലം ഉള്ള ദൗർഭാഗ്യ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അഡ്രസ് ചെയ്യാൻ ഇവരാരും തയ്യാറായിട്ടില്ല. ഇപ്പോ എന്റെ നാട്ടിൽ തന്നെ നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു കെട്ടിട ഉടനെ വീണ് വീട്ടമ്മ മരിച്ച സംഭവം അറിഞ്ഞിരിക്കുമല്ലോ. ആ ഒരു സംഭവത്തില് ഇതുപോലെ യൂത്ത് കോൺഗ്രസ് ആവട്ടെ ABVP അതുപോലുള്ള എല്ലാ സംഘടനകളും പുറത്തിറങ്ങി പ്രതിഷേധിച്ചെങ്കിലും ഈ ഒരു സംഘടന മാത്രം സൈലന്റ് ആയിരുന്നു. ഒരു വാ തുറന്ന ഒരു അക്ഷരം വെക്കാൻ പോലും ഇവർക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, ഇവർക്ക് അവിടെ ശബ്ദിക്കാനുള്ള വോയിസ് ഇല്ല. പക്ഷെ അവിടെ സ്വന്തം പാർട്ടി എന്നുള്ളത് മാറ്റി സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ഇവർ സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ഒരു അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്കൊരു മാറ്റം വേണമെന്നുള്ള രീതിയിലുള്ള വർത്തമാനം പറയേണ്ടി വരില്ലായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഒരു നാടിനൊരു ആവശ്യം വരുമ്പോൾ സംസാരിക്കാൻ കഴിയാത്ത യുവജന പ്രസ്ഥാനങ്ങളെ ഏത് നാടാണ് നെഞ്ചിലേറ്റാൻ പോകുന്നത്? ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പൊ SFI നടത്തുന്ന പ്രതിഷേധ സമരങ്ങളെ നമ്മൾ ചിരിയോടെ തമാശയോടെ ട്രോളിക്കൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലെ പ്രശ്നം തന്നെയാണ്. ഒരു കാലത്ത് നാടിന് ആവശ്യമുണ്ടായിരുന്ന കാലത്ത് നിശബ്ദത പാലിച്ചവരാണവർ. അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് സംസാരിക്കാനാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ ബ്ലേഡുമായി ബന്ധപ്പെട്ട സമരത്തിനിടയിൽ ബ്ലേഡ് കൊണ്ടുവരുന്നു, ദേഹം മുറിക്കുന്നു, എന്നിട്ട് ഡ്രസ്സ് പോലും കീറാതെ ദേഹം മുറിഞ്ഞു എന്ന് പറയുന്നു, ശരീരമാസകലം മുറിവുകൾ കാണിക്കുന്നു, പോലീസ് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. ആരോ മാന്തി പറിച്ച പോലൊക്കെ ഉണ്ട് പാട് കണ്ടാൽ. അത് മാത്രമല്ല, ഒരു ലാത്തിയും അല്ലെങ്കിൽ ഒരു ഗാർഡുമായിട്ട് നിൽക്കുന്ന സമരക്കാരെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലീസിന് എന്തുകൊണ്ട് ബ്ലേഡ് വേണം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബ്ലേഡിന്റെ ആവശ്യം എന്തിനാണ് പോലീസിന്? ഇങ്ങനെ ഒരു ചോദ്യം SFIയോട് ചോദിച്ചാൽ SFIക്ക് എന്താ പറയാൻ പറ്റുക? ഒന്നും മിണ്ടാൻ പറ്റില്ല. അപ്പൊ അവിടെ ആ ഒരു ബ്ലേഡ് വന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് SFIക്കാരും കൊണ്ടുവന്നില്ല, പോലീസുകാരും കൊണ്ടുവന്നില്ല. അപ്പൊ പിന്നെ അടുത്തുള്ള പലചരക്ക് കടയിൽ നിന്ന് ഇറങ്ങി വന്നത് അവിടെ നിലത്ത് കടന്നാണോ ബ്ലേഡുകൾ? ഇപ്പോ കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ പോലീസിന് ഇങ്ങനെ ചെയ്യാമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശരീരമാസകലം ഈ മറ്റേ കട്ടിംഗ് ബോർഡിൽ ഉണ്ടായതുപോലെ ഉള്ള പോറലുകൾ ഉണ്ടായേനെ. പക്ഷെ അതില്ല. കാരണം അങ്ങനെ പോലീസിന് അത് ചെയ്യേണ്ട കാര്യമില്ല. അതിനേക്കാൾ ശക്തിയുള്ള ലാത്തിയാണ് കയ്യിലിരിക്കുന്നത്, വെച്ചൊരു കൊട്ടു കൊടുത്ത് അങ്ങ് പൊക്കോളും. അത്രേ ഉള്ളൂ. ആ ലാത്തിയുടെ പവർ എന്താണെന്നുള്ളത് നമ്മൾ ആ നവകേരള സദസ്സിലെ ആ ഒരു മർദ്ദനത്തിൽ നമ്മൾ കണ്ടതാണ്, എങ്ങനെയാണ് ക്രൂരമായി ആക്രമിച്ചതെന്നുള്ളത്. അതുപോലെ ഒന്നും ആക്രമിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുപോലെ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ സമരത്തിൽ. അതെ, അപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ PS സഞ്ജീവ് ഞാൻ വെല്ലുവിളിക്കുകയാണ്, മാതൃഭൂമിയുടെ മനോരമയും ചീഫ് എഡിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇങ്ങനെ സ്വയം അപഹാസ്യരാകാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായ PS സഞ്ജീവ് ശിവപ്രസാദ് ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഈ ഒരു സംഘടനയിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഘടനയുടെ പ്രധാന തലപ്പത്തേക്ക് ഉയർന്നതിന് മുമ്പ് 2018 പ്രളയത്തിന് വെള്ളപ്പൊക്കത്തിലും അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ കേരളം നേരിട്ട ദുരന്ത മുഖങ്ങളിലും ഒരു ഉറച്ച മനസ്സുമായിട്ട് നിന്ന കുറച്ച് ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ SFIക്കാർ അല്ലെങ്കിൽ DYFIക്കാർ കുറച്ച് ഇടതുപക്ഷക്കാരുണ്ട്. അവരുടെ ആ ഒരു ജനങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു അതിനെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കേവലം ബ്ലേഡിന്റെ പേരിൽ ഇല്ലാതാക്കുന്നത്.